വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്നും നടന്ന് നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു തൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടൊപ്പം ശിഷ്യന്മാരോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ടവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു. ആ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഉള്ളതും ഉള്ളും കാണുന്നവൻ, ഓരോന്നിൻ്റെയും നന്മ കാണുന്നവൻ, അതിന് അനുയോജ്യമായ രീതിയിൽ ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തൻ്റെ വേല തുടർന്നുകൊണ്ട് പോകുവാൻ അവരെ ക്ഷണിക്കുന്നതായി നാം കാണുന്നു. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവിടുന്ന് ഭോഷന്മാരെ തിരഞ്ഞെടുത്തുവെന്ന് കാണുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ തമ്പുരാനെ ഏറ്റുപറയുവാൻ മാനുഷിക ശക്തിയല്ല, ആത്മാവിൻ്റെ നിറവാണ് ആവശ്യം. നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണെന്ന് അരുളിച്ചവൻ. ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ പ്രവർത്തിച്ച യേശു തമ്പുരാൻ ഇവിടെ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകുവാൻ ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് പിരിവ് നടത്തുന്ന മത്തായിയെ വിളിക്കുകയാണ്. ഈ മത്തായി 12 ശിഷ്യന്മാരുടെ പട്ടികയിൽ നാം കാണുന്ന വ്യക്തിയാണ്. സ്വന്തം വിളിയെക്കുറിച്ചാണ് മത്തായി ഇവിടെ വിവരിക്കുന്നതും. മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും ലേവി എന്ന പേരിൽ ചിത്രീകരിക്കുന്നു. കഫർന്നഹൂമിൽ വെച്ചാണ് മത്തായിയെ വിളിക്കുന്നത്. 2 കാര്യങ്ങൾ ഈ വിവരണത്തിൽ വളരെ ശ്രദ്ധേയമായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തന്നെ അനുഗമിക്കുവാൻ യേശു ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുന്നു. 2, ചുങ്കക്കാരോടും പാപികളോടും കൂടിയുള്ള യേശുവിൻ്റെ സഹവാസം. ചുങ്കം പിരിക്കുന്നവരെ യഹൂദർ വെറുത്തിരുന്നു. അവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ചുങ്കക്കാരെയും പാപികളെയും ജോഡിയായി അവതരിപ്പിക്കുന്നത്. ഒരു ഉത്തമ ശിഷ്യൻ്റെ ശൈലിയാണ് മത്തായിയിൽ കാണുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ വിളി. യഹൂദനായ ഗുരു യഹൂദർ വെറുക്കുന്ന ചുങ്കക്കാരനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിൽ ദൈവകൃപ കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. പലവിധത്തിലുള്ള പിരിവുകൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഗ്രൗണ്ട് ടാക്സ്, തങ്ങൾക്ക് ലഭിക്കുന്ന വിളവിൻ്റെ എല്ലാം 10-1 ദാനം ചെയ്യുവാൻ അവർ തയ്യാറാകണം. അത് നാണ്യങ്ങളാകാം, അതിൻ്റെ 10-1. രണ്ടാമതായിട്ട് ഇൻകം ടാക്സ്. അവരുടെ ജീവിതത്തിൽ
വരുന്ന വരുമാനത്തിൻ്റെ 1/5 ടാക്സായിട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ നിയമം. വീണ്ടും പോൾ ടാക്സ് അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയും സ്ത്രീകൾക്ക് 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയും അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ മനുഷ്യരുടെ അപ്രീതിയും അതൃപ്തിയും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുങ്കക്കാരനെയാണ് യേശു തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. അർഹതകളൊന്നുമില്ലാത്ത വിളിക്ക് സ്നേഹം മാത്രമേ കാരണമായി കാണാറുള്ളൂ. അതുതന്നെയാണ് ദൈവം പ്രത്യേകമായ ദൗത്യത്തിനായി വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോഴും സംഭവിക്കുന്നത്. ആരോടും കൂടിയാലോചിക്കാതെ സ്വാതന്ത്ര്യത്തോടുകൂടി, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി മത്തായി യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നു. ഒരു ഉത്തമ ശിഷ്യൻ്റെ ശൈലി മത്തായിയിൽ കാണുവാൻ കഴിയുന്നു. വിശ്വാസത്തിലുള്ള അനുസരണം മത്തായിയിൽ നാം കാണുകയാണ്. എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു. യേശു മത്തായിയുടെ വീട്ടിൽ തന്നെയാണ് ഭക്ഷണത്തിനിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭാഷണത്തിൽ യേശുവും മത്തായിയും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മത്തായിയുടെ വിവരണത്തിൽ യേശു ഫരിസേയർക്ക് നൽകുന്ന മറുപടിയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഫരിസേയർ ചുങ്കക്കാരുടെ വീട്ടിൽ പ്രവേശിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കാറില്ല. അതുകൊണ്ടാണ് യഹൂദനായ യേശു ചുങ്കക്കാരൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നതിലുള്ള പ്രതിഷേധം അവർ ശിഷ്യരെ അറിയിച്ചത്. യേശുവിൻ്റെ ദൗത്യത്തിൽ പാപികൾക്കുള്ള സ്ഥാനം വ്യക്തമാക്കുന്ന വാക്കുകളാണ് തുടർന്ന് വരുന്നത്. ഫരിസേയർ പാപികളെയും ചുങ്കക്കാരെയും തങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ അവരും രക്ഷപ്പെടേണ്ടവരാണെന്ന് അവർ ചിന്തിച്ചില്ല. പാപികളെ തേടി വന്നവനാണ് യേശു. അവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ചുങ്കക്കാരും പാപികളും ഒത്തുള്ള ഊട്ടുമേശ സൗഹൃദവും നിഷേധാത്മകവുമായി മാത്രം കാണാനേ ഫരിസേയർക്ക് കഴിഞ്ഞുള്ളൂ. യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കഷ്ടപ്പാടിലേക്ക് കടന്നു വരുവാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. തൻ്റെ ശിഷ്യന്മാർ എപ്രകാരമാണ് വിജാതീയരെ കാണേണ്ടത് എന്നതിന് യേശു മാതൃക വഴി അവരെ പഠിപ്പിക്കുകയായിരുന്നു. പാപികളെ വിളിക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുക എന്നാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറഞ്ഞത്, ചുങ്കക്കാരും പാപികളുമായിരിക്കും കപടഭക്തരെ നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. യേശു പാപികൾക്ക് പ്രാധാന്യം നൽകുന്നത് നീതിമാന്മാരെ അവഗണിച്ചുകൊണ്ടല്ല, പാപികൾക്ക് ദൈവകൃപ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഫരിസേയരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് യേശു സംഭാഷണം അവസാനിപ്പിക്കുന്നത്. ഹോസിയ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഹോസിയ 9:13 എന്ന് യേശു പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. യഹൂദർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണത്. നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അനുഷ്ഠാനം വഴി രക്ഷ പ്രാപിക്കാമെന്ന് ഫരിസേയർ കരുതുന്നു. കരുണയല്ല അവർക്ക് മാനദണ്ഡം. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും
മോശ വഴി നൽകപ്പെട്ടുള്ള നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ദോഷവഴികൾ അന്വേഷിക്കുമ്പോൾ വിജാതീയർക്കും പാപികൾക്കും കൃപയും സത്യത്തിൻ്റെ വെളിപ്പെടുത്തലും കർത്താവ് തുറന്നു വയ്ക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പാപത്തെ വെറുക്കുന്നവനാണ്, പാപിയെ സ്നേഹിക്കുന്നവനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിശാലമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യേശു എന്നുള്ളത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൽ ആളുകൾ വളരെ പുച്ഛമായി കണ്ടുകൊണ്ടിരുന്ന ആ തൊഴിലിൻ്റെ ഉടമയെ യേശു തമ്പുരാൻ വിളിച്ച് തൻ്റെ പ്രവർത്തകനാക്കി മാറ്റുന്നത്. വള്ളവും വലയുമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പേന ഉപേക്ഷിക്കുവാൻ മടിച്ചില്ല. ഭാവിയിൽ സുവിശേഷം രചിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായി ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നവനായി മാറിക്കൊണ്ട് പ്രജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ യഹൂദ നിയമങ്ങളും ആചാരങ്ങളും അതിൻ്റെ അർത്ഥമെന്താണെന്ന് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു സുവിശേഷകനായി മാറിയെന്ന് കാണുമ്പോഴാണ് ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് തമ്പുരാൻ ഓരോരുത്തരെയും വിളിക്കുകയും കൃപയ്ക്കുമേൽ കൃപ നൽകിക്കൊണ്ട് അവരെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്തു ചെയ്താലും അത് ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി ചെയ്യുക എന്ന് പറഞ്ഞ ഇഗ്നേഷ്യസ് ലോയോളയുടെ സന്യാസ സമൂഹത്തിൽ ഒരു ഡീക്കനായി സേവനമനുഷ്ഠിച്ച് വൈദികനാകുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് മലമ്പനി ബാധിച്ച ആളുകൾക്ക് ശുശ്രൂഷ ചെയ്ത് രോഗിയായി ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാൻ സാധിച്ച വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ ജീവിതത്തെ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ സഭ ഇഗ്നേഷ്യസ് ലോയോളയും ഫ്രാൻസിസ് സേവ്യറും അവർ 7 അംഗങ്ങൾ ചേർന്ന് ആരംഭിച്ച ആ സന്യാസ സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, മിഷൻ രംഗങ്ങളിൽ ഒക്കെ അവർ നിർവഹിക്കുന്ന സേവനം ഏറെ ശ്ലാഘനീയമായ ഒന്നാണ് എന്ന് കാണുമ്പോൾ വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ ആ ജീവിതത്തെ അനുകരിക്കുവാൻ ഏറെ ആഗ്രഹിക്കുകയാണ് ഉണ്ടായത്. 1568 ആണ്ടിൽ മാർച്ച് മാസം 9-ാം തീയതി വടക്കൻ ഇറ്റലിയിലെ കറ്റിലിയോൺ എന്ന പട്ടണത്തിൽ ഗൊൺസാഗ പ്രഭു കുടുംബത്തിൽ ജനിക്കുന്നു. മാതാപിതാക്കൾ ഫെർണാൻഡെ ഗൊൺസാഗയും അമ്മ മാർത്തയും ആയിരുന്നു. മാതാപിതാക്കളുടെ 7 മക്കളിൽ ഒന്നാമനായിരുന്നു അലോഷ്യസ് ഗൊൺസാഗ. 7-ാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളുമൊക്കെ ചൊല്ലിത്തുടങ്ങി. പിതാവിൻ്റെ പ്രഭുസ്ഥാനവും അനുബന്ധ പദവികളും മൂത്ത മകനെന്ന നിലയിൽ അലോഷ്യസിന് പിന്തുടർച്ചാവകാശമുള്ളതായിരുന്നു. പ്രഭു കുടുംബത്തിലെ മക്കൾ സ്വീകരിക്കുവാൻ സാധ്യതയുള്ള പട്ടാള ഉദ്യോഗം മകൻ സ്വീകരിക്കുന്നതിനായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. 5-ാമത്തെ വയസ്സിൽ തന്നെ അലോഷ്യസിനെ ആയുധ പരിശീലനത്തിനായി പട്ടാള ക്യാമ്പിലേക്ക് അയക്കുന്നു. ഇറ്റലിയിലെ വിഖ്യാതമായ നവോത്ഥാന കാലഘട്ടം റെനൈസൻസിലാണ് അലോഷ്യസിൻ്റെ ബാല്യ യൗവന കാലം ചിലവഴിക്കുവാൻ അവസരം ലഭിച്ചത്. 8-ാം വയസ്സിൽ സഹോദരനായ റുഡോൾഫിനോടൊപ്പം അലോഷ്യസ് ഫ്ലോറൻസിലേക്ക് ഉപരിപഠനത്തിനായി അയക്കപ്പെട്ടു. ഫ്ലോറൻസിലെ ഗ്രാൻഡ് ഡ്യൂക്കായ ഫ്രാൻസിസ്കോ ദി മേദിച്ചിയുടെ കൊട്ടാരത്തിൽ താമസമാക്കി പഠനം ആരംഭിച്ചു. കൊട്ടാരത്തിലെ താമസത്തിനിടയിലും
ആഴ്ചയിൽ 3 ദിവസം ബുധൻ, വെള്ളി, ശനി അദ്ദേഹം ഉപവസിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടികളാൽ അടിക്കൂ. വാനവ സമൂഹം യുവാവ് എന്ന് എല്ലാവരും വിളിച്ചിരുന്ന ഒരു സ്വർഗീയ മനുഷ്യനായി ആളുകൾക്ക് അനുഭവപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കൊട്ടാരവാസക്കാലം മാരകമായ കിഡ്നി രോഗിയായിത്തീരുന്നു. രോഗത്തിൻ്റെ സമയങ്ങളിൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ജീവിക്കുകയും ചെയ്തു. 9-ാമത്തെ വയസ്സിൽ നിത്യ ബ്രഹ്മചര്യം വ്രതം സ്വീകരിക്കുന്നു. തുടർന്ന് മാന്തുവായിലെ പ്രഭുവിൻ്റെ പക്കൽ തുടർ പരിശീലനത്തിനായി അയക്കപ്പെട്ടു. പരിശീലനത്തിന് ശേഷം വീണ്ടും കസ്റ്റിൽഗോണിൽ തിരികെ എത്തുന്നു. 11-ാമത്തെ വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. കർദിനാൾ ചാൾസ് ബൊറോമിയിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിച്ചു. ഈശോസഭ വൈദികർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ച അലോഷ്യസ് ഈശോസഭയിൽ ചേരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. 13-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊരുമിച്ച് സ്പെയിനിലെ ഫിലിപ്പ് ദ്വിതീയൻ രാജാവിനെ സന്ദർശിച്ചു. കൊട്ടാര ജീവിതത്തേക്കാൾ സന്യാസ ദൈവവിളി സ്വീകരിക്കുവാൻ തീവ്രമായ ആഗ്രഹം അലോഷ്യസിനുണ്ടായി. കൊട്ടാരത്തിൻ്റെ അവകാശങ്ങളും പിന്തുടർച്ചാ അവകാശങ്ങളും ഉപേക്ഷിച്ച് അലോഷ്യസ് ദൈവവിളി സ്വീകരിച്ചു. ഈശോസഭയിൽ 17-ാം വയസ്സിൽ നൊവീഷ്യേറ്റ് ആരംഭിച്ചു. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ്. റോമിലെ ഈശോസഭ സെമിനരിയിൽ അവസാന വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി അലോഷ്യസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1591-ാം ആണ്ടിൽ അതികഠിനമായ പകർച്ചപ്പനി ആ പ്രദേശം മുഴുവൻ ബാധിച്ചു. രോഗത്തേക്കാൾ കഷ്ടപ്പെട്ടവരെ കാണാനും പരിചരിക്കാനും അലോഷ്യസ് സന്നദ്ധനായി. 1 മാസത്തോളം കഠിനമായ ശുശ്രൂഷയുടെ അവസാനം അലോഷ്യസിനും കഠിനമായ രോഗം പിടിപെടുകയാണ്. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു രോഗിയായി മാറുന്ന അലോഷ്യസിനെ കാണുമ്പോൾ 3 മാസത്തോളം രോഗബാധിതനായി അദ്ദേഹം ചികിത്സ സ്വീകരിക്കുന്നു. 23-ാമത്തെ വയസ്സിൽ ഈശോ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് അലോഷ്യസ് ദൈവസന്നിധിയിൽ വിലയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. കുമ്പസാരക്കാരനായ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ ഇപ്രകാരം സാക്ഷിക്കുന്നു: അലോഷ്യസ് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തിട്ടില്ല. എങ്കിലും അദ്ദേഹം കഠിന പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. കണ്ണുനീരോടെ സുഹൃത ജപങ്ങൾ ചൊല്ലി താൻ "ഐ എം എ ക്രൂക്കഡ് അയൺ റോഡ്, ഐ കെയിം ടു ദ സെമിനറി ടു ബി സ്ട്രെയിറ്റൻഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാൻ വളഞ്ഞ ഒരു ഇരുമ്പ് വടിയാണ്. ആശാനിഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് ചുറ്റിക വഴി എന്നെ നേരെയാക്കുന്നതിനാണ് ഞാൻ സന്യാസം ആശ്ലേഷിച്ചത്" എന്ന് അദ്ദേഹം പറയുമ്പോൾ വാസ്തവത്തിൽ തൻ്റെ ബലഹീനത എന്താണെന്ന് ബലവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. അദ്ദേഹം സെമിനറിയിൽ പ്രവേശിച്ചപ്പോൾ സെമിനറിയിലെ നിയമങ്ങൾ എങ്ങനെ ജീവിക്കണം, ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി ജീവിക്കണം, എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായിരിക്കണം, വേദനയിൽ പ്രയാസത്തിലും കഴിയുന്ന ആളുകളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കണം, ആഴമായ പ്രാർത്ഥന അനുഭവം ഉണ്ടായിരിക്കണം, ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അത് ജീവിതത്തിൽ അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഒരു രോഗിയായി മാറി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയ ഒരു പ്രചോദനമാണ്. ഈശോ സഭയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുവാനും അവകാശപ്പെട്ട നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് ജനത്തിന് സംലഭ്യമാക്കി കൊടുക്കുവാനുമുള്ള വളരെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗങ്ങളിലുമൊക്കെ അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സമൂഹത്തിൽ വളർന്നു വരുന്ന ആളുകളെ ടു ഫൗണ്ട് എ സൊസൈറ്റി ബിൽറ്റ് ഓൺ ജസ്റ്റിസ്, built on truth, അതിൻ്റെ അടിസ്ഥാനം സത്യത്തിലായിരിക്കണം. നീതിബോധത്തോടുകൂടി പണിതുയർത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി അത് നിലകൊള്ളണം. സത്യവും നീതിയും സമന്വയിപ്പിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് കഴിയും. ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തമ്പുരാൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ അനുഭവിച്ചുകൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ കിരീടമായ മനുഷ്യനിൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി ജീവിക്കുവാൻ നമ്മെ പരമേൽപ്പിക്കുന്ന കടമകൾ ഓരോന്നും അഭംഗുരമായി നിറവേറ്റുവാൻ, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുവാൻ വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയ്ക്ക് സാധിച്ചുവെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതവും ധന്യമായ ഒന്നാക്കി തീർക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ സഭ അംഗമായ ഒരു വൈദികനാകുവാൻ തീവ്രമായി ആഗ്രഹിച്ച് സെമിനാരിയിൽ വന്ന അദ്ദേഹം ഒരു ശമാശനായി പകർച്ചവ്യാധി ബാധിച്ചവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നവനായി മാറി എന്ന് പറയുമ്പോൾ, വാട്ട്സോ എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ ബ്രദറൻ യു ഡു അൺടു മീ, ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്നരുളി ചെയ്ത യേശുവിൻ്റെ വാക്കുകൾ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞ വിശുദ്ധ അലോഷ്യസിൻ്റെ തിരുനാളാഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കേവർക്കും കുടുംബങ്ങൾക്കും നാടിനും ദൈവത്തോടു കൂടിയുള്ള ആ സഹവാസത്തിൽ നിന്ന് കൂടുതൽ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യമായി ജീവിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.